പയറും ക്യാരറ്റും കൊണ്ട് നമുക്ക് ഈസി ആയിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ച പയറാണ്, അതുകൊണ്ട് അത്ര ഫ്രഷ് അല്ല. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അറ്റത്തുള്ള ഭാഗം പൊട്ടിച്ച് കളയാം. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ നാര് വരും. ഇപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലെയും നാര് നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും. പിന്നെ കുറേ കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കി. ക്ലീൻ ആക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പയർ കട്ട് ചെയ്തിടുന്നതിനേക്കാളും നല്ലത് അതിനകത്ത് പയർ മണി എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇച്ചിരി മൂത്ത പയറുകളുടെയൊക്കെ എടുത്തുനിന്ന് ഞാൻ പയർ മണികൾ എടുക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കുറച്ച് സെക്ഷൻ എടുത്തിട്ട് പയർ കുരുങ്ങനാന്ന് അരിയാം. ഞാൻ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഇനിയും ഇത്രയും നൈസായിട്ട് അരിയുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും കുറച്ചും കൂടെ ഒരു ക്രഞ്ചി ആയിട്ട് കുറച്ചും കൂടെ വലുപ്പത്തിൽ അരിയുന്നതാണ് ഇഷ്ടം. ഓക്കെ, എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ പയർ ഒടിച്ചിടുന്നതാണ് ഇഷ്ടം. പയർ തോരൻ പല രീതിയിൽ നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനും കൂടി എടുത്തിട്ട് കട്ട് ചെയ്യാണ്. ഇനി ക്യാരറ്റിന് ഞാൻ ഹാഫ് പീസ് എടുത്തിട്ടുള്ളൂ. പയറാണ് കൂടുതൽ ഉണ്ടാവുക. പയർ 1 കപ്പാണെങ്കിൽ ക്യാരറ്റ് 1/4 കപ്പ്, അങ്ങനെ ആ രീതിയിലേക്ക് പ്രൊപ്പോർഷനിലാണ് ഞാൻ എടുക്കാറ്. ഏകദേശം പയറിൻ്റെയൊക്കെ ഒരേ വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ക്യാരറ്റും കട്ട് ചെയ്തേക്കുന്നത്. പയറിലേക്ക് ക്യാരറ്റും കൂടെ ഞാൻ മിക്സ് ചെയ്തു. ഇത് നമുക്ക് ആവശ്യമുള്ളത് ഉള്ളി, അതായത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി 2 ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്, കറിവേപ്പില ഒക്കെ ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനിങ്ങനെ സ്ലൈസായിട്ട്, വളരെ ചെറുതാക്കുന്നില്ല, ഒരു സ്ലൈസായിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ വെച്ചേക്കുന്നതിനകത്തേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി സാധനങ്ങളെല്ലാം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു 2-2.5 കൈയോളം തേങ്ങ നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ ഉപ്പേരിയിൽ എപ്പോഴും തേങ്ങ ചേർക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ഇല്ലാതെയും ഉണ്ടാക്കാം, പക്ഷെ തേങ്ങ ചേർക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണയിലാണ് കടുക് പൊട്ടിക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് മതി വെളിച്ചെണ്ണയൊക്കെ, കടുക് പൊട്ടിക്കാൻ മാത്രത്തിനുള്ള വെളിച്ചെണ്ണ മതിയാവും. കടുക് കൂട്ടി അതിലധികം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പയറും നമ്മളെല്ലാം തേങ്ങയും എല്ലാം കൂടിയുള്ള മിക്സ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പയർ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ചേർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പയറൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം പയറിനകത്ത് ആഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ മസാലകളൊന്നുമില്ല, കുറച്ച് മഞ്ഞൾ പൊടി, മുളക് പൊടി മാത്രം. പിന്നെ കുറച്ച് വെള്ളം, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് മിനിമം, നമുക്ക് ആ പയറൊന്ന് വെന്ത് കിട്ടാനുള്ള അത്രയും വെള്ളം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ അടച്ചു വയ്ക്കും. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് വേവും കൂടെ വേണം. അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് ഇനി കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെക്കണം. നമ്മൾ വെള്ളം ചേർത്തെന്ന് വെച്ചാൽ പയറൊന്നും ക്യാരറ്റൊന്നും നമ്മൾ ചേർത്ത് ഒരു വെജിറ്റബിൾസൊന്നും വെള്ളം ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തത്. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ പയർ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് പൊത്തി തീ ഓഫാക്കിയതിന് ശേഷം പൊത്തി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.